ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോവിഡ് കേസസ് സ്പ്രെഡ് ആവുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല, എന്നാലും സ്പ്രെഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസൊക്കെ നമുക്ക് കാണാനുണ്ട്. സോ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോണേ. ഫസ്റ്റ് ആദ്യം തന്നെ ഗവൺമെൻറ്റിന് വരുന്ന അനൗൺസ്മെൻറ്റ്സ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയയിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ യാത്രയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനുള്ള അനൗൺസ്മെൻറ്റുകൾ ശ്രദ്ധിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ സ്റ്റേജസൊക്കെ കടന്നു പോയതാണ്. പക്ഷേ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രം. മാസ്ക് ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങുക, എവിടേക്ക് പോവുകയാണെങ്കിലും മാസ്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഉള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഹോട്ടലുകൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ പറ്റുന്നിടത്തോളം നന്നായി സോപ്പ് ഇട്ടിട്ട് കൈ വാഷ് ചെയ്യുക. ഇല്ലെങ്കിൽ പോക്കറ്റിലൊരു സാനിറ്റൈസർ, ഹാൻഡ് സാനിറ്റൈസർ കയ്യിൽ വയ്ക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ടിരിക്കുക. നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നും, വീണ്ടും ഇതൊക്കെ തുടങ്ങിയല്ലോ എന്ന്. പക്ഷെ ചെയ്യുക. ഏറ്റവും നല്ലത് സോപ്പും വെള്ളം എടുത്തിട്ട് കൈ കഴുകുക. അതുപോലെ തന്നെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ അപ്പം തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യിടുക. അതുപോലെ തന്നെ കുളിക്കുക. അപ്പോൾ നമുക്ക് വീട്ടുകാരനെയും പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. വീട്ടുകാർ ആക്ച്വലി അവർ ജോലിക്ക് പോകാത്ത ആൾക്കാരാണ്, വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് നമ്മൾ ഇൻഫെക്ഷൻ കിട്ടിയിട്ട് അവർക്കും സ്പ്രെഡ് ചെയ്യാം. സോ നമ്മൾ ആദ്യം തന്നെ ആ സംഭവമൊക്കെ ഡ്രസ്സ് വാഷ് ചെയ്യണ കാര്യം, അതുപോലെ തന്നെ നമ്മൾ ഫ്രഷനപ്പ് ചെയ്യണ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ജോലിക്ക് പോകുമ്പോൾ തന്നെ മോർണിംഗ് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജോലിക്ക് പോകുമ്പോൾ നന്നായിട്ട് എനർജി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബെറ്ററാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നമ്മുടെ ഡയറ്റിൽ നന്നായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇടയ്ക്ക് വൈറ്റമിൻ സി ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഈ സമയത്ത് അധികം ഡയറ്റിങ് വേണ്ട, പക്ഷെ ഓവറായിട്ട് ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് മഴയും നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അത് ഫ്ലഡിൻ്റെ കാര്യം, ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. ബട്ട് അതിൻ്റെയും സംഭവമുണ്ട്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് പുറത്തുനിന്ന് അധികം വെള്ളം കുടിക്കാണ്ടിരിക്കുക. സോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനത്തെ 2 തരത്തിലുള്ള ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പിന്നെ നോക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് അനാവശ്യമായിട്ടുള്ള യാത്രകൾ, അതുപോലെ തന്നെ ക്രൗഡഡ് ഏരിയ ഫങ്ഷൻസ് അങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഇനി പോവുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോവുക. അതുപോലെ തന്നെ പോകുമ്പോഴും ഇടയ്ക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പോയി കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോഴും നന്നായിട്ട് സോപ്പും വെള്ളം എടുത്തിട്ട് കൈയും കാലും ഒക്കെ കഴുകുക. അതുപോലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ഓർമ്മയിൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഞാൻ ഇത് ചെയ്തോളാം. നമ്മൾ ഓൾറെഡി ഇതൊക്കെ കടന്ന് വന്നതാണ് ഈ സ്റ്റേജിലൊക്കെ. കാലത്തെ ഭക്ഷണം എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ആരോഗ്യത്തിന്, ഇമ്മ്യൂണിറ്റി കാലത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുമ്പോൾ തന്നെ നല്ലതാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരിനെ, നമുക്ക് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. ബാക്കിയുള്ളവർക്ക് ഇൻഫെക്ഷൻ പകരാതെ ഇരിക്കാൻ നോക്കുക. ചില ആൾക്കാരുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും എല്ലായിടത്തും നിർത്തിയിട്ട് എല്ലാവർക്കും പകർത്തുന്ന പരിപാടിയുണ്ട്. സോ ആ പരിപാടി ചെയ്യാണ്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. അതുപോലെ തന്നെ അറിയിക്കേണ്ട ആൾക്കാരിനെ അറിയിക്കുക. അതുപോലെ ഇപ്പോൾ ചുമയ്ക്കുക, അതുപോലെ തന്നെ സ്നീസിങ് ചെയ്യുക, മൂക്കൊലിപ്പ് ഉണ്ടാവുകയൊക്കെ ആണെങ്കിൽ ഒരു ടവൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ആ സമയത്തൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ വിട്ടിട്ടെങ്കിലും ചുമയ്ക്കാൻ നോക്കുക. ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ബൈ.